ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ന്യൂ വീഡിയോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ മറ്റൊരു ഫിലിം സ്റ്റാറിൻ്റെ വീടാണ് നിങ്ങളിലേക്ക് ഇന്ന് എത്തിക്കുന്നത്. നമ്മുടെ സ്വന്തം കരമന ജനാർദ്ദനൻ സാറിൻ്റെ മകൻ കരമന സുധീർ എന്നറിയപ്പെടുന്ന ഇപ്പോൾ മലയാള സിനിമയിൽ സജീവമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നടനാണ്. ഒരുപാട് ന്യൂ ഫിലിമുകളിൽ ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് വേഷങ്ങൾ അദ്ദേഹം ചെയ്തു വരുന്നുണ്ട്. അദ്ദേഹം ഒരു അധ്യാപകനാണ്, ഒരു ഹെഡ് മാഷ് കൂടിയാണ്. അപ്പോൾ അധ്യാപക ജീവിതത്തിനിടയിൽ സിനിമയിലേക്കും അദ്ദേഹം ഇറങ്ങി തിരിച്ചിരിക്കുകയാണ്. അപ്പോൾ ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെടുന്ന ഒരുപാട് നല്ല കഥാപാത്രങ്ങൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. എനിക്ക് എപ്പോഴും ഓർമ്മ വരുന്ന ഒരു കഥാപാത്രം പുലിമുരുകനിലെ ആ സാഹിബ്, നമ്മുടെ ലാലേട്ടൻ വന്നിട്ട് പോക്കറ്റിൽ കൂടെ കൈയിട്ട് താക്കോലെടുക്കുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, ആ ഒരു സംഭവം ആരും മറക്കത്തില്ല. ഈ സിനിമ കണ്ട അന്ന് മുതൽ എപ്പോഴും നമ്മളിങ്ങനെ ആലോചിച്ചാലും ചിരി വരുന്ന ഒരു കഥാപാത്രമാണ്. പിന്നെ അതേപോലുള്ള ഒരുപാട് കോമഡി ടൈപ്പ് കഥാപാത്രം അദ്ദേഹം ചെയ്തിട്ടുണ്ട്, ചെറുതും വലുതുമായിട്ടുള്ള. എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതലും ഒരു ടൈപ്പ് ഈ കോമഡി ടൈപ്പ് കഥാപാത്രങ്ങളാണ് അദ്ദേഹത്തിന് കൂടുതൽ യോജിക്കുന്നതെന്ന് തോന്നുന്നു. പല സിനിമയിലും അദ്ദേഹത്തിൻ്റെ ആക്ടിങ് കണ്ടു കഴിഞ്ഞാൽ ചിരി വരും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്വന്തം നാടായിട്ടുള്ള തിരുവനന്തപുരത്തെ ചാക്കയിലേക്കാണ് ഞാൻ ഒന്ന് പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും ഈ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഗൈസ്, അങ്ങനെ നമ്മളിപ്പോൾ ചാക്കയിൽ എത്തിയിരിക്കുകയാണ്. സുധീർ കരമന ഇപ്പോൾ വീട് വെച്ച് താമസിക്കുന്നത് ചാക്ക എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഈ കാണുന്ന ലെഫ്റ്റ് നമ്മൾ യു ടേൺ എടുത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് എയർപോർട്ടിലൊക്കെ പോകാൻ പറ്റും. ഇവിടെ നിന്നാണ് നമ്മൾ യു ടേൺ അടിച്ച് ട്രിവാൻഡ്രം എയർപോർട്ടിലൊക്കെ തിരിയുന്നത്. വണ്ടി നമ്മൾ ഇങ്ങോട്ട് കയറ്റുള്ളൂ. അങ്ങനെ ഞാനിപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ള ഒരു സ്ഥലത്ത് വണ്ടി പാർക്ക് ചെയ്തിരിക്കുകയാണ്. നല്ല അടിപൊളിയായിട്ടുള്ള സ്ഥലമാണ്, നല്ല മരങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ മണം സഹിക്കാൻ പറ്റുന്നില്ല. ഇത് തിരുവനന്തപുരത്തിൻ്റെ പല ഭാഗങ്ങളിലും ഈ മണം ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. പല സമയത്ത് ഞാൻ വ്ളോഗ് എടുക്കാൻ പോയ സമയത്തൊക്കെ ഈ ആറിൻ്റെയും കനാലിൻ്റെയൊക്കെ സൈഡിൽ കൊണ്ട് നിർത്തുമ്പോൾ സഹിക്കാൻ പറ്റാത്ത സ്മെല്ലാണ്. ഇവിടേക്ക് ഒരുപാട് വീടുകളൊക്കെ ഉണ്ട്. ഞാൻ വണ്ടി നിർത്തിയെടുത്ത് അവരൊക്കെ എങ്ങനെയാണ് അപ്പോൾ ഇവിടെ കിടക്കുന്നത്. ഞാൻ വണ്ടി നിർത്തി പുറത്തോട്ട് ഇറങ്ങി നോക്കുമ്പോഴാണ് ഇങ്ങനത്തെ ഒരു മനോഹരമായ കാഴ്ച കാണുന്നത്. ഈ കനാലിൻ്റെ സൈഡിലായിട്ടൊക്കെ പിള്ളേരൊക്കെ ഇരുന്ന് മീൻ പിടിക്കുന്നുണ്ടോ. പക്ഷേ ഒരു രക്ഷയില്ല, എങ്ങനെ വളരെ മോശപ്പെട്ട രീതിയിൽ ഒഴുകുകയാണ്. നല്ല സ്മെല്ലാണ്. ഇതൊക്കെ നല്ല രീതിയിൽ വൃത്തിയാക്കി എടുത്ത് കുറച്ച് ആഴമൊക്കെ കൂട്ടിയെടുത്താണ്ടല്ലോ ബോട്ട് സർവീസും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും ഇതുവഴി. പക്ഷേ നല്ല തണുപ്പാട്ടോ, നല്ല കാറ്റും. ഈ ഇത്രയും വെയിലൊക്കെ അടിച്ചിങ്ങനെ ചൂടത്ത് തകർന്നിരിക്കുന്ന ടൈമിൽ ഇങ്ങോട്ടൊക്കെ വന്ന് നിൽക്കാമെന്ന് പറഞ്ഞാൽ ഭയങ്കര രസമാണ്. കാരണം ഇവിടെയൊക്കെ നല്ല ഒരു സെറ്റപ്പുള്ള ഏരിയയാണ്. അപ്പോൾ ഞാൻ നിൽക്കുന്നതിൻ്റെ ഇട സൈഡിലായിട്ട് കുറച്ച് പയ്യന്മാർ ഇവിടെ ഇങ്ങനെ മീനൊക്കെ പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ, ഈ ചൂണ്ടയൊക്കെ ഇട്ട് ഈ കനാലിൻ്റെ സൈഡിൽ നിന്നേ. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് നേരെ അദ്ദേഹത്തിൻ്റെ വീട്ടിലോട്ട് പോകണം. ഞാൻ കുറച്ച് നേരം ഇവിടെ നിന്ന് ഇങ്ങനെ കറങ്ങി അവരെ ചൂണ്ടയിടക്കവും മീൻ പിടുത്തമൊക്കെ കണ്ടിട്ട്. അദ്ദേഹം വീട് വെച്ചിരിക്കുന്ന ഇതിൻ്റെ തൊട്ടടുത്തായിട്ടുള്ള ഒരു ഭാഗത്താണ്. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന തിരുവനന്തപുരം എയർപോർട്ടിൻ്റെ മതിലാണ്. അതുവഴിയൊക്കെ വാഹനങ്ങളും ആൾക്കാരൊക്കെ നടന്നു പോകുന്നതാണ് കേട്ടോ. പഴയ എയർപോർട്ടെന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് കുറച്ചുകൂടെ അപ്പുറത്തേക്ക് പോകണം. ഓടൊക്കെ വിൽക്കുന്ന ഒരു സ്ഥലം, ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് ഓടുകൾ. ഈ സ്മെല്ലില്ലെന്നുണ്ടെങ്കിൽ ഇവിടെ കുറേ പേരൊക്കെ സ്റ്റേ ചെയ്തേനെ. അദ്ദേഹത്തിൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ളൊരു ക്ഷേത്രമാണ് ചാക്ക ഇളംപാല ശ്രീ ഭഗവതി ക്ഷേത്രം. ഈ റോഡ് വഴി നമ്മൾ നേരെ പോയി കഴിഞ്ഞാൽ തിരുവനന്തപുരം എയർപോർട്ട്, ശംഖുമുഖം അങ്ങോട്ടൊക്കെ പോകാനായിട്ട് പറ്റും. അപ്പോൾ ഇതൊരു പഴയ റോഡാണെന്നുണ്ടെങ്കിൽ പറയാം. റൂട്ടിൽ അല്പം ചേഞ്ച് ഉണ്ട് കേട്ടോ. ഞാൻ നേരത്തെ വന്നിടത്ത് നമുക്ക് എളുപ്പത്തിൽ നടന്നു പോകാൻ പറ്റത്തില്ല. അപ്പോൾ അതിനെക്കൊണ്ട് കുറച്ചുകൂടെ മുന്നോട്ട് പോയാൽ മാത്രമേ അദ്ദേഹത്തിൻ്റെ വീട്ടിലോട്ട് എത്തുള്ളൂ. അപ്പോൾ ഞാൻ ചാക്ക ആ ഒരു ബൈപ്പാസിൻ്റെ മോളിലോട്ട് കയറിയിരിക്കുക. ഫസ്റ്റ് ആയിട്ടൊരു യെല്ലോ സിഗ്നൽ വരും. ആ സിഗ്നലിൻ്റെ അവിടെ നിന്നാണ് അദ്ദേഹത്തിൻ്റെ വീട്ടിൻ്റെ ആ ഒരു ഭാഗത്തേക്ക് പോകാനുള്ളത്. അദ്ദേഹം ലേറ്റസ്റ്റ് ആയിട്ട് വെച്ച ആ ഒരു വീടാണ് നിങ്ങളിലേക്ക് ഞാൻ എത്തിക്കുന്നത്.
ടിപ്പറുകാരൻ്റെ ഒരു ധൈര്യം. കുറച്ച് ഇങ്ങോട്ട് മാറിയിട്ടാണ് അദ്ദേഹത്തിൻ്റെ വീടുള്ളത് കേട്ടോ. ഗൈസ്, അങ്ങനെ ഞാനിപ്പോൾ സുധീർ കരമനയുടെ വീട്ടിൻ്റെ അടുത്ത് എത്തിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ വണ്ടി നിർത്തിയിട്ട് ഞാൻ പുറത്തോട്ട് ഇറങ്ങി. ഞാനിപ്പോൾ നിൽക്കുന്ന ചാക്കയിലാണ്. അപ്പോൾ ഇവിടെ നിന്ന് കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ വീടാവും. അപ്പോൾ നേരെ അദ്ദേഹത്തിൻ്റെ വീട്ടിലോട്ട് പോകാം. നല്ല വെയിലായതിനെ കൊണ്ടാണ് ഞാൻ കുടയൊക്കെ പിടിച്ചിരിക്കുന്നത്. ഇവിടെ ഒരുപാട് കാറുകളൊക്കെ സെയിൽ ചെയ്യുന്ന ഷോപ്പുകളും സംഭവങ്ങളൊക്കെ ഉള്ളൊരു സ്ഥലമാണ്. അതായത് ഇതുവഴി കുറച്ച് മുന്നോട്ട് പോകുമ്പോഴാണ് കരമന സുധീർ എന്ന് പറയുന്ന ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് സിനിമകളിലൊക്കെ നല്ല വേഷങ്ങളൊക്കെ ചെയ്യുന്ന അദ്ദേഹത്തിൻ്റെ വീട്. അപ്പോൾ ഈ കാണുന്ന റോഡ് നേരെ പോകുമ്പോൾ ഫസ്റ്റ് കാണുന്നതാണ് അദ്ദേഹത്തിൻ്റെ വീട് എന്നാണ് പറയുന്നത് ഇവിടെയുള്ള ആൾക്കാരൊക്കെ. പലർക്കും ഈ വീടുകൾ ഇങ്ങനെ കാണിക്കുമ്പോൾ എന്തോ ഒരു ഇതുപോലെയാണ്. അതെന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്നാൽ ഒരുപാട് പേർക്ക് ഇത് കാണാനൊക്കെ താല്പര്യമുണ്ട്. അങ്ങനെ കാണാൻ താല്പര്യമുള്ളതിനെ കൊണ്ടാണ് നമ്മളിങ്ങനെയുള്ള വീഡിയോകൾ ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കണം. അദ്ദേഹം സത്യം പറഞ്ഞാൽ ഇത്തിരി സിറ്റിയിലാണെങ്കിലും കുറച്ച് ഒതുങ്ങിയുള്ളൊരു സ്ഥലത്താണ് ഇരിക്കുന്നത്. അധികം വീടുകളില്ല. ഇത് കണ്ടോ, തൊട്ട് മുന്നിൽ ഹൈവേ ആണ്. അവിടെ നിന്ന് കുറച്ച് പുറകിലോട്ട് മാറി ഈ ഭാഗത്തൊക്കെ നോക്കിയാൽ അങ്ങനെ വീടുകളോ കാര്യങ്ങളോ അങ്ങനെ ഒന്നുമില്ല. അപ്പം എന്താ ഈ കാണുന്ന മുന്നിൽ കാണുന്നത് ഈ ഒരു വീടാണ് അദ്ദേഹത്തിൻ്റെ വീട്. സുധീർ കരമന എന്ന് പറയുന്ന നടൻ്റെ വീടാണ് നമ്മളിപ്പോൾ കാണുന്നത്. ചിലപ്പോൾ യൂട്യൂബിൽ തന്നെ ആദ്യമായിട്ടായിരിക്കും ഇദ്ദേഹത്തിൻ്റെ വീട് കാണിക്കുന്നത്. ഇവിടെ കുറച്ച് വീടുകളൊക്കെ ഉണ്ട് കേട്ടോ. ഇത് ചേർന്ന് തന്നെ കുറച്ച് വീടും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതാ എനിക്ക് തോന്നുന്നു ഇങ്ങോട്ടൊക്കെ ഉള്ള ലാൻഡുകളൊക്കെ ഇനിയും വീടൊക്കെ വയ്ക്കാൻ ചാൻസ് ഉണ്ട്. നല്ലൊരു ഒതുങ്ങിയ സ്ഥലം എനിക്കിഷ്ടപ്പെട്ടു. ഒരുപാട് തെങ്ങും തോപ്പുകളും ഒക്കെ ഉണ്ട്. ഇപ്പോൾ ലുലു മാളൊക്കെ വന്നതിന് ശേഷം പിന്നെ ഇവിടെയൊക്കെ ഭയങ്കര ഒരു ഡെവലപ്പാണ്. ഈ കോമ്പൗണ്ടിൽ തന്നെ 2-3 വീടുകൾ ഇങ്ങനെ ചേർന്നിരിക്കുകയാണ് കേട്ടോ. അഞ്ചനം ഈ പൊട്ടും സംശയിക്കണ്ട. എനിക്ക് ചെറിയൊരു സംശയം ഉണ്ടായിരുന്നു. ഞാൻ മുന്നിലോട്ട് വന്നപ്പോൾ എനിക്ക് ആ സംശയം അങ്ങ് മാറി കിട്ടി. ഞാൻ അദ്ദേഹത്തിൻ്റെ പേര് കാണിക്കാം. ഇനിയിപ്പോൾ ഇതിൽ കൂടുതലൊന്നും വേണ്ടല്ലോ. സത്യം പറഞ്ഞാൽ ഇവിടെ വന്ന് തിരക്കാൻ നേരത്ത് ഇവിടെയെങ്കിലും ആരെയും കാണുന്നില്ല കേട്ടോ. ഇദ്ദേഹത്തിൻ്റെ വീട്ടിലും ആരും ഇല്ലെന്നാണ് തോന്നുന്നത്. ഇദ്ദേഹം പല സമയങ്ങളിലും കുടുംബ വീട്ടിലൊക്കെ ആയിരിക്കും. ഇതാ ഇദ്ദേഹത്തിൻ്റെ വീടിരിക്കുന്നതിൻ്റെ പുറകിലും വേറെ വീടുകളുണ്ട് കേട്ടോ. എന്തുകൊണ്ടും നല്ലൊരു ഏരിയയിലാണ് ഇദ്ദേഹം ഈ ഫ്ലോട്ട് കണ്ടുപിടിച്ച് വീട് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ മുന്നിലായിട്ട് കാണുന്ന ഇതാണ് സുധീർ കരമന എന്ന ആക്ടറുടെ വീട്. ഇപ്പോൾ അദ്ദേഹം ഇവിടെ ഇല്ലയെന്ന് തോന്നുന്നുണ്ട്. കാരണം വാഹനങ്ങളൊന്നും കാണുന്നില്ല. വീട്ടിലാരും ഇല്ലാത്തൊരവസ്ഥയാണ് ഫീൽ ചെയ്യുന്നത്. അല്ലെങ്കിൽ നമുക്ക് ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ കറക്റ്റ് അറിയാമായിരുന്നു. ഇവിടെ ഈ ടൈമിൽ നല്ല വെയിലാട്ടോ. ഇപ്പം നല്ല സൂപ്പർ വെയിൽ അടിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നിരുന്നാലും നല്ല കിട്ടുന്ന ഒരു വൈബായിട്ടുള്ള സ്ഥലമാണ്. സിറ്റിയിലാണെങ്കിലും സൈലൻ്റ് ഏരിയ. അദ്ദേഹത്തിൻ്റെ വീട്ടിൻ്റെ പേര് അഞ്ചനം എന്നാണ്. അല്ലാതെ തന്നെ സുധീർ കരമന എന്നൊരു ബോർഡും വെച്ചിട്ടുണ്ട്. അപ്പോൾ വരുന്നവർക്ക് പെട്ടെന്ന് മനസ്സിലാവും. അറിഞ്ഞുകൂടാതെയൊക്കെ വരുന്നവർ പെട്ടെന്ന് ഈ വീടിൻ്റെ ബോർഡ് കാണുമ്പോഴേ പെട്ടെന്ന് മനസ്സിലാവും ഇത് സുധീർ കരമനയുടെ വീടാണ് എന്നുള്ളത്.
ഇനി ഭാവിയിൽ ഒരു 5-6 കൊല്ലം കഴിയുമ്പോൾ ഇവിടെയൊക്കെ മിക്കവാറും വീടുകളും ബിൽഡിങ്ങുകളൊക്കെ കൊണ്ട് നിറയുമ്പോൾ തന്നെ ഇവിടെയൊക്കെ എന്തൊക്കെയോ പണിഞ്ഞുകൊണ്ടിരിക്കുക, പുതിയ ഷോറൂം എന്തൊക്കെയോ വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നേരത്തേക്ക് ഇതുവഴി പോകുമ്പോൾ ഇത് വെറും ഒരു കാടായിരുന്നു. ഇവിടെയൊന്നും ഒന്നുമില്ല, വെള്ളക്കെട്ടും പ്രത്യേകിച്ച് അങ്ങനെ ഒന്നുമില്ല. ഇവിടെ ഈ മെയിൻ റോഡ് NH ഒക്കെ സെറ്റായതിനു ശേഷമാണ് ഇവിടെ ഇത്രയെങ്കിലും മാറിയത്. അല്ലാതെ ഇവിടെയെങ്കിലും ഒന്നും തന്നെ ഇല്ലായിരുന്നു. അത്രയ്ക്ക് മോശപ്പെട്ടിരുന്ന സ്ഥലമാണ് കേട്ടോ. ഇപ്പോൾ അടിപൊളിയായിട്ടുണ്ടേ. ഇപ്പോൾ എല്ലാം കൊണ്ടും ഒരു മൊത്തത്തിലൊരു മാറ്റമാണ് ഈ സ്ഥലം. സുധീർ കരമന പല വിധത്തിലുള്ള ക്യാരക്ടറുമായിട്ട് നമ്മളെ മുന്നിലോട്ട് വന്നിട്ടുണ്ട്. പലതും ഒരു പ്രത്യേക ടൈപ്പിലുള്ള ആക്ടിങ് ആണ് കേട്ടോ. ചിരി വരുന്ന ടൈപ്പും സീരിയസ് ആണോ എന്ന് വെച്ചാൽ സീരിയസുമാണ്. കൂടുതലും എന്തൊക്കെയോ ടൈപ്പ് ഒരു അദ്ദേഹത്തിന് വേണ്ടി ഉണ്ടാക്കിയെടുത്ത ക്യാരക്ടറാണോ എന്നൊരു സംശയമുണ്ട്. അദ്ദേഹത്തിനെ കൊണ്ടല്ലാതെ മറ്റുള്ളവരെ കൊണ്ട് അത് ചെയ്യാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിൻ്റെ ഒരു സ്പെഷ്യൽ ആക്ടിങ് ആ പല കഥാപാത്രങ്ങളിലും കണ്ടിട്ടുണ്ട്. കരമന ജനാർദ്ദനൻ നായർ എന്ന് പറയുമ്പോൾ നമുക്കറിയില്ല, മികച്ച ഒരു കലാകാരനാണ്. എന്നാൽ അദ്ദേഹത്തിനെ പോലെ അല്ല അദ്ദേഹത്തിൻ്റെ മകൻ. അദ്ദേഹം വേറൊരു ശൈലി, മകൻ വേറൊരു ശൈലി, അങ്ങനെയാണ്. അച്ഛൻ്റെ ഒരു സർട്ടിഫിക്കറ്റ് നല്ലത് എന്നൊരു വാക്ക് കേൾക്കണം എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ ഒറ്റ കാര്യം മാത്രം അച്ഛൻ നിർബന്ധം പിടിച്ചിരുന്നു, സ്വന്തമായി ഒരു ജോലിയും സ്വന്തമായി നിൽക്കാൻ കഴിവ് തോന്നുമ്പോൾ മാത്രം ആണ് ഫുൾ ടൈം ഇതിലേക്ക് വരേണ്ടത്. എൻ്റെ ഈ ചാനൽ ഇഷ്ടപ്പെടുന്നവർ ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യണേ.